ഹലോ, ഈ വീഡിയോ എനിക്കറിയാം ഈ വ്ളോഗ് ഓൾമോസ്റ്റ് 1 മന്തിന് ശേഷം ഇടുന്നൊരു വ്ളോഗാണ്. ഇതിൽ മെയിൻലി ഞാൻ കാണിക്കാൻ വിചാരിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ ലുണ്ടാകുന്ന ഫീൽഡ് വിസിറ്റ്സ് ആണ്. ഇപ്പം കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ആണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ടാവും. സ്ഥലം എന്ന് വെച്ചാൽ അംഗനവാടി, PHC, CHC, വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്, അങ്ങനെ ഒരുപാട് സ്ഥലത്ത്. ഇത് ഞങ്ങൾ ആദ്യമായിട്ട് പോയൊരു അംഗൻവാടിയാണ്. ഇവിടെ നമ്മുടെ കോളേജിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു അംഗനവാടിയാണ്. അവിടെ പോകുമ്പം നമുക്ക് അവിടുത്തെ ടീച്ചേഴ്സ്, അവിടുത്തെ അംഗനവാടിയിലുള്ള മെയിൻ ടീച്ചർ നമുക്കിങ്ങനെ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് പറഞ്ഞുതരും. എങ്ങനെയാണ് ഒരു അംഗൻവാടി ഫങ്ഷൻ ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ അംഗൻവാടി കൊണ്ട് നമുക്ക് ഒരുപാട് സർവീസസ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല വൃത്തിക്ക് അവർ പറഞ്ഞുതരും. പിന്നെ അവിടുത്തെ കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അവർ നമുക്ക് കുറേ ഡാൻസും അവർ പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. ശരിക്കും നല്ല രസമായിരുന്നു അവിടെ പോയിട്ട്. പിന്നെ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അംഗൻവാടിയും കൂടെ ആയിരുന്നു അത്. അവിടുത്തെ കിച്ചണും ഒക്കെ നമുക്ക് കാണിച്ചു തന്നു. അതൊക്കെ നല്ല മെയിൻറ്റെയിൻഡ് ആയിരുന്നു. അങ്ങനെ അംഗൻവാടി പോസ്റ്റിംഗ് കഴിഞ്ഞ് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോയി. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം വേറെ പോസ്റ്റിംഗ് ആയിരുന്നു. അടുത്ത വിസിറ്റായിരുന്നു. ഒരു ഓൾഡ് ഏജ് ഹോമിലേക്കായിരുന്നു. കാണാൻ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അവിടുത്തെ സ്ഥലമൊക്കെ. നമ്മൾ വന്നപ്പോൾ ഇവർ ഒരുപാട് പാട്ട് പാടി തന്നു. ഈ ചേട്ടൻ നമുക്ക് തമിഴും ഹിന്ദിയും മലയാളം ഒക്കെ പാട്ടുകൾ പാടി തരുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള ഓരോ ആൾക്കാരെയും അവർക്ക് ഇഷ്ടമുള്ള എന്താണോ, പാട്ടാണെങ്കിൽ പാട്ട്, അധികം ആൾക്കാരും പാട്ടൊക്കെ ആയിരുന്നു, പാട്ട് പാടി തന്നു. പിന്നെ ചില ആൾക്കാർ അവരെങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതുവരെ നമുക്ക് കിട്ടാത്തൊരു, നമ്മളിതുവരെ കാണാത്തൊരു കാര്യമായിരുന്നു ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നതെന്നും അവിടുത്തെ ഇതേപോലെ തന്നെ അവിടെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നും അവിടെ അവർ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആ കെയർ ഹോമിലുള്ളതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള ഇപ്പം നമ്മൾ പൊതുവെ ആയിരിക്കുന്ന ഓൾഡ് ഏജ് ഹോമിലെ ആൾക്കാരൊക്കെ ഭയങ്കര സങ്കടം എന്തെങ്കിലും പല കാര്യങ്ങളും ഉണ്ടാവുമായിരിക്കും. പക്ഷെ അത്രയും നന്നായിട്ട് അവർക്ക് അവിടെ കെയർ കിട്ടുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അത്രയും അവർ നോക്കുന്നുണ്ട്. അവിടെ അത് നടത്തിക്കൊണ്ടുപോകുന്ന ആൾക്കാർ വളരെ നന്നായിട്ടാണ് അവരെ കെയർ ചെയ്യുന്നത്. പിന്നെ നമുക്കറിയുന്ന പോലെ നമ്മൾ പാട്ടുമൊക്കെ അവർക്കും പാടിക്കൊടുത്തു. നല്ല രസമായിരുന്നു. വേറെ പുതിയത് ഇടണം. ഞാൻ ഇട്ടിട്ടാണ് ഇടാതെയാണോ നല്ലത്? ഞാൻ കണ്ണാടി ഇട്ടിട്ടാണോ ഇടാതിരിക്കുന്നതാണോ നല്ലത്? അതെ മോനെ, കണിക്കാഴ്ച കുറവ് പറഞ്ഞുകൊണ്ട് കണ്ടിടണേ. 4 മണിപ്പൂവേ 4 മണിപ്പൂവേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോയി. ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത അടുത്ത വിസിറ്റായി. അടുത്തൊരു PHC വിസിറ്റായിരുന്നു. ഇത് അവിടെ ബാക്കിലൊരു ഓപ്പൺ ജിം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അവിടെ പോയി കുറച്ച് നേരം ഓപ്പൺ ജിമ്മിൽ പോയി നോക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിലേക്ക് ഇതേപോലെ തന്നെ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പോയി. അവിടെ കൊടുക്കുന്ന അവിടുത്തെ ലാബും ആ ലാബിലുള്ള ഫെസിലിറ്റീസും പിന്നെ അവിടുത്തെ മെയിനായിട്ടുള്ള ഡോക്ടർ നമുക്ക് ക്ലാസ്സൊക്കെ എടുത്തു തന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. അടുത്ത വീഡിയോ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ഇടാൻ നോക്കുന്നതായിരിക്കും. കാരണം ഇവിടെ കുറച്ച് ക്ലാസ്സിലുള്ള കുറച്ച് തിരക്കും കോളേജിലെ കുറേ പരിപാടികളൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് ഇടാൻ പറ്റുന്നത്. ബട്ട് എന്തായാലും ഇനി കുറച്ചും കൂടെ റെഗുലറായിട്ട് വീഡിയോസിനെ ഞാൻ നോക്കുന്നതായിരിക്കും. സോ എനിവേ, ബൈ.